പിഗ് ഫാമിംഗ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ മൂന്ന് തെറ്റ് ചെയ്യരുത്. അത് വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. ഞാൻ എൻ്റെ മെജോ ഫാമിലെ എൻ്റെ 21 വർഷത്തെ അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഈ മൂന്ന് തെറ്റുകൾ ഒഴിവാക്കിയ നിങ്ങൾക്ക് ഈ ഫാമിംഗ് മേഖല ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പന്നിക്കുഞ്ഞുങ്ങളെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാതൃഗുണമുള്ള പന്നികളിൽ നിന്ന് വേണം നമ്മൾ പന്നിക്കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുന്നതിന്. നമ്മൾ പന്നിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ വില മാത്രം നോക്കാതെ പന്നിക്കുഞ്ഞുങ്ങളുടെ ആക്റ്റീവ്നെസ്, അതുപോലെ കണ്ണുകളുടെ തിളക്കം, അവയുടെ ബെർത്ത് വെയിറ്റ്, അവ എത്ര വെയിറ്റ് 2 മാസത്തിനുള്ളിൽ എത്ര വെയിറ്റ് ആയി എന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം നമ്മൾ പന്നിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത് വാക്സിൻ ഷെഡ്യൂൾ കൃത്യമായി പാലിക്കാതിരിക്കുക എന്നത്. ഇന്ന് കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് FMD, സ്വൈൻ ഫീവർ ഇവയെ പ്രതിരോധിക്കുന്നുള്ള വാക്സിൻ നിർബന്ധമായും നമ്മൾ പന്നിക്കുഞ്ഞുങ്ങൾക്ക് നൽകണം, അവയുടെ കൃത്യസമയത്ത് തന്നെ. അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ ബാധിച്ചാൽ നമ്മുടെ ഫാം തന്നെ നിശേഷം തീർന്നു പോകുന്നതിന് ഇവ കാരണമാകും. മൂന്നാമത്തെ തെറ്റ്, നമ്മൾ കൃത്യമായ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാതെ ഫാം റൺ ചെയ്താൽ ഇവയ്ക്ക് വരുന്ന മെഡിസിൻ കോസ്റ്റ്, ഫീഡ് കോസ്റ്റ്, അതുപോലെ ഇവ സെല്ലിംഗ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയാതെ പോകും. ഇത് നമ്മൾ അറിയാതെ ദീർഘനാൾ മുന്നോട്ട് പോയാൽ ഫാം വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കും. ഈ 3 മിസ്റ്റേക്ക് ചെയ്യാതിരുന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ഫാമിംഗ് മേഖല ലാഭകരമാണ്. ഇതുപോലുള്ള അറിവുകൾക്ക് മെജോസ് ഫാം ഫോളോ ചെയ്യുക.